വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇവിടെ നോക്കിയാൽ രണ്ടുപേരും ചെയ്യണ പണി ഒന്ന് തന്നെയാണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പരാജയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് അവരൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കും. കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് എന്ത് പറ്റും? അവിടെ അവര് തോറ്റുപോയി കഴിയുമ്പോൾ അവർക്ക് ഈഗോയിലായിരിക്കും അത് അഫക്ട് ചെയ്യുന്നത്. ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കും, അല്ലാതെ ഞാൻ ചെയ്ത കാര്യം തോറ്റുപോയി എന്നല്ല ചിന്തിക്കണേ. അപ്പൊ എന്ത് സംഭവിക്കും? നാണക്കേടാവും. അപ്പൊ എനിക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് പിന്നെ അവര് ഇറങ്ങില്ല, അവരവിടെ കൊണ്ട് അത് കിട്ടിയും. അതേസമയം വിജയിച്ച ആളുകള് ഇതേപോലെ ഒരു കാര്യം ചെയ്യും, അവിടെ തോറ്റു പോകുമ്പോൾ ഞാൻ തോറ്റുപോയി എന്ന് അവർ ചിന്തിക്കില്ല. എന്ത് ചിന്തിക്കും? ഞാൻ ചെയ്ത രീതി തോറ്റുപോയി എന്ന് ചിന്തിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? എന്തുകൊണ്ടാ തോറ്റെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കും, ലേൺ ചെയ്യും. എന്നിട്ട് വീണ്ടും അതേ കാര്യം ചെയ്യും. വീണ്ടും അവർക്ക് എന്ത് സംഭവിക്കും? തോറ്റുപോകും, വീണ്ടും പഠിക്കും. അങ്ങനെ പലതവണ തോൽക്കുകയും അവരുടെ രീതി മാറ്റി പരീക്ഷിച്ച് അവസാനം അവർ വിജയിക്കുകയും ചെയ്യും. ഒരു കാറ്റഗറി ഒരു കാര്യം ചെയ്തു നോക്കും, തോറ്റുപോകും, നാണക്കേടാന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് ഇറങ്ങിത്തിരിക്കില്ല. വിജയിച്ച ആളുകള് തോറ്റു പോകുന്നിടത്തുനിന്ന് പഠിച്ച് വീണ്ടും ചെയ്ത്, തോറ്റു പോകുന്നിടത്തുനിന്ന് പഠിച്ച് വീണ്ടും ചെയ്ത്, തോറ്റു പോകുന്നിടത്തുനിന്ന് പഠിച്ച് വീണ്ടും ചെയ്ത്, തോറ്റു പോകുന്നിടത്തുനിന്ന് പഠിച്ച് വിജയിക്കും. രസകരമായ കാര്യം, ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഞാനും അവനും അതേ പരിപാടി ഒരുമിച്ച് തുടങ്ങിയതാ, അവന്റെ ഒരു ഭാഗ്യം, അവൻ രക്ഷപ്പെട്ടു, അവന്റെ ഇവിടെ വരച്ച എന്റെ എവിടെയെങ്കിലും വരച്ചിരുന്നെങ്കിൽ ഞാനും രക്ഷപ്പെട്ടേനെ. വരയല്ല പ്രശ്നം, മറിച്ച് അവൻ തോറ്റ് പഠിച്ച് വിജയിച്ചേ. ഇവൻ ഒറ്റ തവണ തോറ്റപ്പോഴേ ഞാൻ തോറ്റു എന്നൊരു മാറി. ആരുടെ കുഴപ്പം? അപ്പൊ പരാജയപ്പെടുന്ന ആളുകള് ഒരു കസ്റ്റമറെ കണ്ട് സംസാരിച്ചതിന് ശേഷം നടന്നില്ലെങ്കിൽ ഇവിടെ നടക്കില്ല എന്ന് തീരുമാനിച്ച് പുറകോട്ട് വലി. പക്ഷെ മറ്റവൻ പല രീതിയിൽ പല സ്ട്രാറ്റജി ഡിവൈസ് ചെയ്ത് അവസാനോടെ വിജയിക്കും. ക്ലിയർ ആണോ? ഇത് ലൈഫിൽ റിയലൈസ് ചെയ്യേണ്ട കാര്യമാണ്, സെയിൽസിലല്ല, ജീവിതത്തിൽ. മനുഷ്യരിൽ പല ആളുകൾ പല നേട്ടങ്ങൾ കൊയ്യുകയും മറ്റ് പല ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യുന്നതിന്റെ റീസൺ ബേസിക്കലി ഇതാണ്. പക്ഷെ ഇത് അറിയാണ്ട് ആളുകൾ മരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ആളുകൾ മരിക്കുമ്പോൾ പറയും, തലേ വരച്ച വര കാരണം എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ആക്ച്വലി തലേ വരച്ച വരയല്ല പ്രശ്നം, മറിച്ച് വീണ്ടും പരിശ്രമിക്കാനുള്ള മനസ്സില്ലായ്മയാണ് പ്രശ്നം. ക്വിറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. തിരിച്ചറിയണം, ക്വിറ്റേഴ്സ് നെവർ വിൻ ആൻഡ് വിന്നേഴ്സ് നെവർ ക്വിറ്റ്. വിജയിച്ചവരാരും ഇടവിട്ട് ചെയ്യുന്നവരും അല്ല, ഇടവിട്ട് ചെയ്യുന്നവരാരും വിജയിച്ചിട്ടും ഇല്ല.